KL വേൾഡ് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് ആലങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തിന് മുമ്പായിട്ട് ഒരു ഹോട്ടലിലാണ്. വെൽക്കം ടു കേരള ഹോട്ടൽ എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൻ്റെ പേര് വിനായക എന്നാണ്. ഇവിടെ പാർക്കിംഗ് സൗകര്യവും ബാത്റൂമും നമുക്ക് കുളിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെയാണ് നിർത്താറ്. ഇവിടുത്തെ ആഹാരം ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും അപ്പം തന്നെ അവർ റെഡിയാക്കി ഫ്രഷ് ആക്കി തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരുനെൽവേലിക്ക് പോകുന്നവരായിട്ട് മുമ്പായിട്ട് ഈ വിനായക ഹോട്ടൽ തിരുനെൽവേലിക്ക് വരുന്ന കഴിക്കുക. അഭിപ്രായങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും കയറുക. അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് നേരെ ലോഡ് എടുത്ത് നമ്മുടെ കായംകുളം അൾട്രാടെക്കിൻ്റെ ഗോഡൗണിലാണ്. കായംകുളം അൾട്രാടെക്കിൻ്റെ ഗോഡൗൺ ലൊക്കേഷൻ വരുന്നത് കരിയിലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോയിട്ട് നമ്മളൊരു LP സ്കൂളൊക്കെ വരും. അപ്പോൾ ആ ഒരു LP സ്കൂളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി നമ്മൾ നേരെ ഗോഡൗണിനകത്തെത്തി അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ലോഡിൽ നിന്ന് തന്നെ ഇറക്കി തരും. നമ്മുടെ വണ്ടി നമ്മൾ പിടിച്ചിട്ട് 3 ഡോറും തുറന്നിട്ട് ഏകദേശം 3/4 ഭാഗത്തോളം ഇറക്കി. ഇനി നമുക്കൊരു 100 പാക്കറ്റോളേ ഉള്ളൂ. അത് ഉടനെ തന്നെ നമുക്ക് ഇറക്കി തരും. ഇറക്കി വിട്ട ഉടനെ നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നേരെ തിരുനെൽവേലി ചെന്നിട്ട് ഇന്ന് തന്നെ നമ്മൾ അടുത്ത ലോഡ് എടുത്ത് നാളെ നമുക്ക് അടുത്ത ലോഡ് ഇറക്കണം. അതുകൊണ്ട് ഇന്ന് ഇറക്കിയ ഉടനെ നമ്മൾ നേരെ തിരിച്ച് പോയി തിരുനെൽവേലിയിൽ നിന്നും അടുത്ത ലോഡ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഗൈസ്. നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി നമ്മൾ വണ്ടി തിരിച്ചിട്ട് പിടിച്ചു കൊടുത്തു. വൺ സൈഡ് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഇറക്കാൻ വേണ്ടിയിട്ട് വണ്ടി തിരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ അവർ ഗോഡൗണിനകത്ത് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സിമെൻറ്റുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ വന്ന വണ്ടിയിൽ നിന്നും ഇന്ന് വന്ന വണ്ടിയിൽ നിന്നും എല്ലാം കൂടെ ഇറക്കി വെച്ച്. സ്പേസ് കുറവാണ്. ഉള്ള സ്പേസിൽ അവർ മാക്സിമം ഇറക്കി വെക്കുന്നുണ്ട്. നമ്മളെ ഒരിക്കലും കിടത്തുന്നില്ല. മിക്ക ഗോഡൗണിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വണ്ടി പാർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ളത് മാത്രമേ ഇറക്കാറുള്ളൂ. ഇവിടെ നമ്മളെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ വണ്ടി വരുവാണെങ്കിൽ വണ്ടിയിൽ പാർത്തുകയും ചെയ്യും. വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ലോഡും ഗോഡൗണിൽ ഇറക്കി വെക്കും. ഇവിടെ ഒരുപാട് ലോഡിങ്ങുകാരുണ്ട്. ഇവിടെ യൂണിയൻകാരാണ് ലോഡിങ്ങുകാർ. ചില ഗോഡൗണിൽ ചെല്ലുമ്പോൾ നമ്മൾ ഹിന്ദിക്കാർ, ബംഗാളികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ചില ഗോഡൗണിൽ അൾട്രാടെക്കിൻ്റെ മിക്ക ഗോഡൗണിലും യൂണിയൻകാരാണ് ലോഡ് ഇറക്കുന്നത്. ശങ്കറിൻ്റെ ഗോഡൗണിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ ഫുള്ളും ഹിന്ദിക്കാരുടെ കളിയാണ്. 1-2 ശങ്കറിൻ്റെ ഗോഡൗണിൽ മാത്രമേ ഉള്ളൂ യൂണിയൻകാരുള്ളത്. പക്ഷേ അത് നേരെ തിരിച്ചാണ് അൾട്രാടെക്കിൻ്റെ മിക്ക ഗോഡൗണിലും യൂണിയൻകാരാണ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അൾട്രാടെക്ക് നല്ല സെയിലുള്ള സിമെൻറ്റാണ്. മിക്ക കൺസ്ട്രക്ഷൻ വർക്കുകളും എല്ലാം സെയിലായിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും അൾട്രാടെക് സിമെൻറ്റാണ്. ശങ്കറിനിപ്പോൾ വളരെ സെയിൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ ശങ്കർ എടുക്കാറുമില്ല. ഇപ്പോൾ അൾട്രാടെക്കാണ് കൂടുതൽ ഓടുന്നത്. ഒരു വർഷം മുന്നേ വരെ ശങ്കറായിരുന്നു ഫുൾ ടൈം ഓടിക്കൊണ്ടിരുന്നത്. ശങ്കർ സെയിൽ കുറവാണ്. ഒരു ആഴ്ച നമുക്ക് 2 ട്രിപ്പ് 3 ട്രിപ്പ് എടുക്കാൻ പറ്റുന്നുള്ളായിരുന്നു. ഇപ്പോൾ അൾട്രാടെക്ക് അങ്ങനെയല്ല. അൾട്രാടെക്ക് നമുക്ക് മാക്സിമം ഒരു ആഴ്ച ഓടി നിൽക്കുകയാണെങ്കിൽ 4 ട്രിപ്പ് 5 ട്രിപ്പിൽ കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ സിമെൻറ്റ് മാത്രമല്ല, കമ്പി കാര്യങ്ങൾ അങ്ങനെയുള്ള മിക്ക ഐറ്റങ്ങളും ഈ ഗോഡൗണിലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഏകദേശം എല്ലാം തീരാറായി. അപ്പോൾ നമ്മളിവിടുത്തെ പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പുറത്തുനിന്ന് തെങ്ങിൽ നിന്ന് തേങ്ങ എടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി ഓണറാണ് നടന്നു പോകുന്നത്. അപ്പോൾ ആ ഓണറിൻ്റെ തെങ്ങിൽ നിന്ന് തേങ്ങ അടത്തിയിട്ടപ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഇവിടുത്തെ ലോഡിങ്ങുകാരും പോയി മേടിച്ചുകൊണ്ട് പോവുകയാണ്. ഇഷ്ടംപോലെ അവർ വാരി കൊടുത്തു. നല്ലൊരു മനുഷ്യനാണ്. വേറെ ആരും അങ്ങനെ കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ഇഷ്ടം പോലെ ഇവിടുത്തെ ലോഡിങ്ങുകാർക്ക്, ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ വാരി കൊടുത്തു. എത്ര വേണേലും എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അതിനും വേണ്ടി തെങ്ങുണ്ട് ഗൈസ്. ഇവിടെ പ്രോപ്പർട്ടിയിൽ ഇഷ്ടം പോലെ തെങ്ങ് മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും തെങ്ങാണ്. അതിനനുസരിച്ച് അവർ വിളവെടുക്കുന്നുണ്ട്. അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ അതിലൊരു പങ്ക് ഇവിടുത്തെ പണിക്കാർക്കും കൊടുക്കുന്നു. അതൊരു നല്ല മനസ്സ് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് നന്മ വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. അപ്പം ആ പുള്ളിയുടെ വീടും ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അവരുടെ മുറ്റത്ത് തന്നെയാണ് ഈ ഗോഡൗൺ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് പാർത്താൻ വേണ്ടി മറ്റൊരു വണ്ടിയും വന്നായിരുന്നു. ആ വണ്ടിയിൽ നിന്നും ബാക്കിയുള്ളതെല്ലാം പാർത്തിയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് തിരുനെൽവേലിയിൽ ചെന്ന് അന്ന് രാത്രി തന്നെ ഒരു ലോഡ് എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലോഡ് കിട്ടിയത് പാലാ ഗോഡൗണാണ് ഗൈസ്. പാലാ ഗോഡൗൺ ഞാൻ നിങ്ങളെ മുമ്പും കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ കാണിക്കാമെന്ന് കരുതി. നമ്മൾ അടുത്ത ലോഡ് ആയിട്ട് ഇവിടെ മോർണിംഗ് രാവിലെ തന്നെ എത്തി. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു ഗൈസ്. മഴയത്ത് നമ്മൾ വണ്ടി പിടിച്ചിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ചെളിയാണ് ഗൈസ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ചെളിയാണ്. വണ്ടി താഴത്തൊന്നുമില്ല, എങ്കിലും നമ്മൾ ചെളി ആയതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും
തുറക്കാനും പായ അഴിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം കൊണ്ട് അവരുടെ ആ സഹകരണവും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതാണ് ഇവിടുത്തെ ഓഫീസർ സെയിൽസ്മാൻ കിരൺ ആണ് നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ആൾ. നമ്മുടെ വണ്ടി എപ്പോൾ വന്നാലും നമുക്ക് ലോഡ് ഇറക്കി തരും. നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തു നിന്നൊരു ഡിലേ ആയോ അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ചാലും പുള്ളി അത് ക്ലിയർ ചെയ്ത് നമ്മളെ എങ്ങനെയും ഇറക്കി വിടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോഡ് എപ്പോൾ അവിടെ പാലാ ചെന്നാലും നമുക്ക് ഇറക്കിയിട്ട് അപ്പം തന്നെ തിരിച്ച് വരാമെന്നേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് എല്ലാ ഡ്രൈവർമാർക്കും ഇവിടെ വരാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ്. ചോദിച്ച് മേടിച്ചാണ് ഡ്രൈവർമാർ പാലാ ചോദിച്ച് മേടിച്ചാണ് ലോഡ് ഇറക്കാൻ വരുന്നത്. പടാന്ന് ഇറക്കിയിട്ട് നമുക്ക് ഉടനെ തന്നെ പോയി അടുത്ത ലോഡ് എടുക്കാനും പറ്റും. അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ രാവിലെ ആ ലോഡ് ഇറക്കിയതിന് ശേഷം നേരെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് ഗൈസ്. ആ കാഴ്ച നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളും അത് കണ്ട് തന്നെ അറിയുക ഗൈസ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്. വെയിറ്റിംഗ് ഷെഡ് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA വകയായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്ന കണ്ണിന് കുളിർമയേറുന്നതും വിചിത്രവുമായ ഒരു കാഴ്ചയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ കടയുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. പോത്ത് മുതൽ ആന മുതൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗൈസ്. സ്റ്റോൺ ആർട്ട് ഗാർഡൻ എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ നിങ്ങളെയും കൂടെ ആ കാഴ്ചകളെല്ലാം ഒന്ന് കാണിക്കാമെന്ന് കരുതി. ആനയുണ്ട്, ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുണ്ട്, താറാവ് മുതൽ കൊക്ക് മുതൽ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഗൈസ്. ഏറ്റവും ഒരു തത്തമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാ ഐറ്റംസ് മരത്തിനകത്ത് അണ്ണാനുണ്ട്. ഇരിക്കുന്ന ചെയർ മുതൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുന്ന സ്റ്റോൺ വരെ ഉണ്ട് ഗൈസ്. എല്ലാം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ മയിൽ, കോഴി, കുതിര, പിന്നെ നമുക്ക് ഗാർഡനിലൊക്കെ വെക്കാനുള്ള ചെയർ, ടേബിള്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഗൈസ്. എല്ലാം പെർഫെക്റ്റ് ലുക്കാണ്. നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ അത് പ്രതിമയാണെന്ന് ഒരിക്കലും പറയില്ല ഗൈസ്. അത്രയ്ക്ക് പെർഫെക്ഷനാണ്. ഒരു ലോറി അപ്പുറത്ത് ലോഡ് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. അവരുടെ ഗോഡൗണിലേക്ക് ലോഡ് ഇറക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻ്റർലോക്ക് മുതൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സ്റ്റോൺ ആർട്ട് ഗാർഡൻ എന്നാണ് ഈ കടയുടെ പേര്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ കടയുമായി ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ പറയാം. 8089414644 8089414644. അപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാം വീടുകൾ അടിപൊളിയായിട്ട് വൈബായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ്. ആവശ്യമുള്ളവർ ഈ കടയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഒരു രക്ഷയില്ല ഗൈസ്. അത് കണ്ട് നമ്മൾ നിന്ന് പോവും. ഞാൻ അവിടെ ഒരു 10 മിനിറ്റോളം ഇതെല്ലാം സൂക്ഷിച്ച് നിരീക്ഷിച്ച് ഞാൻ ഒരുപാട് നിന്ന്. എനിക്കെല്ലാം വാങ്ങണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല ഗൈസ്. നമ്മളൊരു ദിവസം മേടിക്കും ഗൈസ്. ഇതെല്ലാം നമ്മൾ ഒരു അടിപൊളി വീടൊക്കെ വെച്ചതിന് ശേഷം നമ്മളിതെല്ലാം മേടിച്ച് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മുടെ വീട് പൊളിയാക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും ആവശ്യമായ സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കുക. അങ്ങനെ നമ്മുടെ വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോവുകയാണ് ഗൈസ്.
അപ്പോൾ നേരെ നമ്മൾ തിരുനെല്ലിയിലേക്ക് പോവുക, അടുത്ത ലോഡ് എടുക്കുക, അടുത്ത ലോഡ് ഇറക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം. നമുക്ക് ആ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അടിപൊളി വയൽ പ്രദേശങ്ങളാണ് ഇവിടെ മൊത്തം. പിന്നെ പത്തനംതിട്ട റാന്നി ഏരിയ ഒന്നും പറയണ്ടല്ലോ ഗൈസ്, വൈബ് ഏരിയ ആണ്, ഒരു രക്ഷയില്ല. നമ്മളെ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടും. റോഡുകളും തിരക്ക് കുറവാണ്, നമുക്ക് ഓടിപ്പോകാനും വലിയ ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം നല്ല വീതിയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള റോഡുകളും നല്ല സ്ഥലങ്ങളും നല്ല ഏരിയ ആണ് ഗൈസ്. നമുക്ക് ഈ റൂട്ട് ഓടാൻ ഭയങ്കര ഇഷ്ടമാണ്. പാല ഓടാൻ ഈ റൂട്ടിൽ നമുക്ക് പോകാൻ ഒരുപാട് താല്പര്യമാണ്. കൂടുതൽ നമുക്ക് പാല കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം വണ്ടി തിരക്കും കുറവാണ്, നമുക്ക് ഓടി പെട്ടെന്ന് അങ്ങ് ചെല്ലുകയും ചെയ്യാം. പെടാന്ന് അവിടെ ലോഡ് ഇറക്കും. നമ്മൾ പാലയ്ക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നേരെ പത്തനംതിട്ടയിൽ നിന്ന് റാന്നി, മണിമല, പൊൻകുന്നത്ത് നിന്നും നേരെ പാല. ഇതാണ് നമ്മുടെ പാലയ്ക്ക് പോകുന്ന റൂട്ട്. കോട്ടയം വഴി